അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, സുബ്ഹി നിസ്കാരം ഖളാ ആക്കുന്നവർക്ക് നഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 8 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഫർള് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടുതൽ പ്രതിഫലമുള്ളതുമായ നിസ്കാരമാണ് സുബ്ഹി നിസ്കാരം. എന്തിനേറെ പറയുന്നു, റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്തിനാണ്. രാത്രിയിലുടനീളം ഉറങ്ങി എഴുന്നേറ്റ് ഉറക്കച്ചടവോടുകൂടെ നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിസ്കാരമാണ് സുബ്ഹി നിസ്കാരം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരൊറ്റ സുബ്ഹി പോലും ഖളാ ആക്കാതെ കൃത്യമായി അദാ ആയി നിർവഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഒരു സുബ്ഹി പോലും ഖളാ ആക്കാതെ കൃത്യമായി അദാ ആയി നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് സുബ്ഹി നിസ്കാരം മനഃപൂർവ്വം ഒരു കാരണവും കൂടാതെ ഖളാ ആക്കുന്നവർക്ക് നഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 8 അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം നൂറുൽ ഖിയാമ എന്നതാണ്. ഖിയാമത്ത് നാളിലെ പ്രകാശം. ഏറ്റവും കൂടുതൽ ഇരുളടഞ്ഞ ദിവസമാണ് ഖിയാമത്ത് നാൾ. ആരും സഹായിക്കാനില്ലാതെ, മക്കളോ ഭാര്യയോ സഹോദരങ്ങളോ അയൽവാസികളോ കൂട്ടുകാരോ ആരും നമ്മെ സഹായിക്കാനില്ലാത്ത ഏറ്റവും ഇരുളടഞ്ഞ സമയമാണ് ഖിയാമത്ത് നാളിൻ്റെ സമയം. ആ സമയത്തെ പ്രകാശമാണ് സുബ്ഹി നിസ്കാരം അദാ ആയി നിർവഹിക്കുക എന്നത്. എന്നാൽ ഒരു മനുഷ്യൻ സ്ഥിരമായി സുബ്ഹി ഖളാ ആയിട്ടാണ് നിർവഹിക്കുന്നത് എങ്കിൽ ഖിയാമത്ത് നാളിൽ അവൻ വളരെ പ്രയാസപ്പെടുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ബശ്ശിരിൽ മശ്ശാഈന ഫിൽ ളുലം ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ പൂർണ്ണമായ പ്രകാശം കിട്ടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരാണ്? രാത്രി സമയങ്ങളിൽ പ്രഭാതം പൊട്ടിവിടരുന്നതിൻ്റെ മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നുപോയ ആളുകൾക്ക് അള്ളാഹു ഖിയാമത്ത് നാളിൽ നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രകാശത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹി നിസ്കാരം അദാ ആയിട്ട് നിർവഹിക്കുന്നവർക്ക് ആ നിസ്കാരം നാളെ പാരത്രിക ലോകത്ത് ഖിയാമത്ത് നാളിൻ്റെ തുടക്കത്തിൽ അതൊരു പ്രകാശമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഹിഫ്ളുല്ലാഹി, അള്ളാഹുവിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടും എന്നതാണ്. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ സുബ്ഹി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, അദാ ആയി നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അന്നേ ദിവസം ഒരു കൊള്ളക്കാരനോ ഒരു അപകടമോ ഒരു ആക്രമണമോ ഒരു രോഗമോ അവനെ ബാധിക്കുകയില്ല. സുബ്ഹി നിസ്കാരം അവനക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുമെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സുരക്ഷിതത്വമാണ് സുബ്ഹി നിസ്കാരം അദാ ആയിട്ട് നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം അൽ ബറകത്തു ഫിൽ വഖ്തി എന്നതാണ്. ബറക്കത്തു ഫിൽ വഖ്ത്, സമയത്തിലുള്ള ബറക്കത്ത്. എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത്. എന്നാൽ സുബ്ഹി നിസ്കാരം അദാ ആയിട്ട് നിർവഹിക്കുന്ന ആളുകൾക്ക് അവരുടെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. കാരണം അവർ സുബ്ഹി നിസ്കാരം അദാ ആയിട്ട് നിർവഹിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. രാവിലെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ആ സമയം അവർ കൃത്യമായി വിനിയോഗിക്കുന്നവരാണ് എങ്കിൽ അവരുടെ സമയത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് റസൂലുള്ളാഹി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നേരത്തെ തുടങ്ങുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാനുള്ള, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അത് നിർവഹിക്കാനുള്ള ബറക്കത്തുള്ള സമയം ലഭിക്കുമെന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം ഷഹാദത്തുൽ മലായിക എന്നതാണ്. മലക്കുകളുടെ സാക്ഷ്യമാണ്. നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ കയ്യും കണ്ണും മൂക്കുമൊക്കെ അള്ളാഹുവിനോട് സാക്ഷി പറയും. എന്നാൽ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നാം ചെയ്ത നന്മകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മാലാഖമാർ, അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് സാക്ഷി പറയുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. സുബ്ഹി നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുകളും സുബ്ഹി സമയത്ത് നാം പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ഏടുകളും അതിൻ്റെ വരികളുമൊക്കെ അള്ളാഹുവിൻ്റെ മലക്കുകൾ സാക്ഷിയാകുന്നുണ്ട് എന്നതാണ്.
അള്ളാഹുവിൻ്റെ മലക്കുകൾ കാണുന്നുണ്ട്. നാളെ പാരത്രിക ലോകത്ത് ഹിസാബിൻ്റെ വേളയിൽ അള്ളാഹുവിൻ്റെ മലക്കുകളായിരിക്കും പടച്ചവനെ ഈ മനുഷ്യൻ എല്ലാ ദിവസവും സുബ്ഹി അദാ ആയിട്ട് തന്നെ നിർവഹിച്ചിരുന്ന ആളാണ്, ഈ മനുഷ്യൻ സുബ്ഹി സമയത്ത് ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആളാണ് എന്ന് നമ്മുടെ കയ്യോ കണ്ണോ അല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കുന്നത്, അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അഞ്ചാമത്തെ കാര്യം, അന്നജാതു മിനൻ നിഫാഖി, കാപട്യത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്, കാപട്യത്തിൽ നിന്നുള്ള രക്ഷ. കപട സ്വഭാവം, മുനാഫിഖാകുക എന്നതിൽ നിന്നുള്ള സുരക്ഷിതത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. റസൂലുള്ളാഹി പറയാണ്, മുനാഫിഖീങ്ങളായ കപടവിശ്വാസികളായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള 2 നിസ്കാരങ്ങളിൽ ഒന്ന് സ്വലാത്തുൽ ഇശാ ആണ്, ഇശാ നിസ്കാരം. മറ്റൊന്ന് സ്വലാത്തു സുബ്ഹിയാണ്, സുബ്ഹി നിസ്കാരം. ഇശാ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നിർവഹിക്കും, എന്നാൽ സുബ്ഹി വലിയ പ്രയാസമാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കൊണ്ട്. എന്നാൽ സുബ്ഹി നിസ്കാരം അതാ ആയിട്ട് നിർവഹിക്കുന്ന ആളുകളാണോ നമ്മൾ എങ്കിൽ നമ്മൾ മുനാഫിഖീങ്ങളിൽ പെട്ട ആളുകളല്ല. മുനാഫിഖ് നിഫാഖിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കപടതയിൽ നിന്ന്, കപട വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കട്ടെ. റബ്ബിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന മുത്തഖീങ്ങളിൽ, തഖ്വയുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനി ആറാമത്തെ കാര്യം റിസ്ഖുൽ യൗം എന്നതാണ്. ഓരോ ദിവസത്തിലെയും വരുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു എന്നതാണ്. രാവിലെ പക്ഷികളൊക്കെ ഭക്ഷണം തേടിയിട്ട് അവയുടെ കൂട്ടിൽ നിന്നിറങ്ങിയിട്ട് വൈകുന്നേരം വയറ് നിറച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ മനുഷ്യരായ ആളുകളൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അവരുടെ ഉപജീവനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി പോകുന്നവരാണ്. ആ ജോലിക്ക് വേണ്ടി പോകുന്നവരുടെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കും സുബ്ഹി നിസ്കാരം അദാ ആയിട്ട് നിർവഹിച്ചാൽ എന്നതാണ്. എന്താണ് ബറക്കത്തുള്ള വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലഭിക്കുന്നത് വളരെ കുറവാണെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തോടുകൂടെ സന്തോഷത്തോടെ റാഹത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമെന്നതാണ്. കുടുംബജീവിതം റാഹത്തുള്ളതാകും, ആരോഗ്യം റാഹത്തുള്ളതാകും, ജീവിതത്തിൽ ഉടനീളം സന്തോഷവും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഏഴാമത്തെ കാര്യം, ദുആഉൽ മലായികത്തി, അല്ലാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നതാണ്. പ്രിയമുള്ളവരെ, റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകളാണ് മനുഷ്യൻ. എന്നാൽ തെറ്റ് ചെയ്യാത്ത, തിന്മകൾ ചെയ്യാത്ത, റബ്ബിനെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്ന അടിമകളാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. ആ മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നമ്മളെല്ലാവരും കൃത്യമായി സുബ്ഹി നിസ്കാരം അദാ ആയി നിർവഹിച്ചു കഴിഞ്ഞ് നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ റബ്ബിനോട് കൈമലർത്തി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകളും നമ്മുടെ കൂടെ ആമീൻ പറയുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരികയും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണിച്ചു തരികയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, തജ്തമിഉൽ മലായികത്തുൽ ലൈലി വന്നഹാരി ഫീ സ്വലാത്തിൽ ഫജ്രി, രാത്രിയുടെയും പകലിൻ്റെയും മലക്കുകൾ കണ്ടുമുട്ടുന്ന സമയമാണ് സ്വലാത്തുൽ ഫജ്റിൻ്റെ സമയം, ഫജ്ർ നിസ്കാരത്തിൻ്റെ സമയം. രാത്രി മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയം വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അള്ളാഹുവിൻ്റെ മലക്കുകൾ തിരിച്ചു പോകുന്ന സമയമാണ് സുബ്ഹിയുടെ സമയം. അതുപോലെ തന്നെ പ്രഭാതത്തിൻ്റെ മലക്കുകൾ ആകാശത്തു നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ മടങ്ങി വരുന്ന സമയമാണ് പ്രഭാതത്തിൻ്റെ സമയം. ഈ 2 വിഭാഗത്തിൻ്റെ മലക്കുകളും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെന്ന് റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റുപറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുബ്ഹി നിസ്കാരം ഖളാ ആക്കാതെ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും. ഇനി എട്ടാമത്തെ കാര്യം, നശാത്തുൽ ഖൽബി വൽ ജസദി, ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഉന്മേഷമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം അതാണ്. മനസ്സിനും സമാധാനം, ശരീരത്തിനും സമാധാനം, നല്ല ആരോഗ്യമുള്ള ശരീരം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു മനസ്സിന് വല്ലാത്തൊരു കുളിർമ നൽകും, ഒരു സംതൃപ്തി നൽകും. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു പേജ് ഖുർആൻ ഓതിയ, സുജൂദ് ചെയ്ത, റുകൂഅ് ചെയ്ത, ഖുനൂത്ത് ഓതിയ ആ ഒരു ആത്മീയ സംതൃപ്തി സുബ്ഹി നിസ്കരിക്കുന്ന അതിലൂടെ നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ആ രാവിലെ എഴുന്നേൽക്കുക എന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും ഒരു വല്ലാത്ത സന്തോഷവും ഒരു ഉന്മേഷവും ലഭിക്കുമെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഹദീസിൽ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശൈത്താൻ നമ്മുടെ ശരീരത്തിൻ്റെ തലയുടെ ഭാഗത്ത് 3 കെട്ടുകളിടും. സുബ്ഹി നിസ്കരിക്കുന്നതിലൂടെ ആ കെട്ടുകൾ മുഴുവനും അഴിഞ്ഞുപോയി മടിയിൽ നിന്നും സന്തോഷമില്ലായ്മയിൽ നിന്നും നമുക്ക് സമാധാനം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. മരണം വരെ സുബ്ഹി നിസ്കാരം അദാ ആയി ഒരു കാരണം കൊണ്ടും സുബ്ഹി ഖളാ ആക്കാതെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.